കാഞ്ചി കൂടി ഉണ്ടാക്കട്ടോ. നമുക്ക് ഒരു സംശയം ചോദിച്ചു എല്ലാവരും ഫേസ്ബുക്കിൽ, കാഞ്ചിൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണോ ചോദിച്ചു. അതിനുള്ള മറുപടിയാണോ, കാഞ്ചിൻ്റെ കല്യാണം ആദ്യം കഴിഞ്ഞതാണ്. അപ്പോൾ കൽക്കട്ടയിലൊക്കെ ചെറുപ്പത്തിൽ കല്യാണം കഴിപ്പിക്കും. ഇവിടെ കല്യാണം കഴിപ്പിച്ചിട്ട് ഒരു കുട്ടിയൊക്കെ ആകുമ്പോഴേക്കും അമ്മായിട്ട് എന്താ തെരഞ്ഞു പോകും, ഇത് വേറെ കല്യാണം കഴിക്കും. അങ്ങനെ കൽക്കട്ടയിലേക്ക് പെണ്ണുങ്ങളെന്തായാലും കുട്ടി കഴിയുമ്പോൾ പോറ്റാൻ വകല്ലാതാകുമ്പോൾ നമ്മളെ നാട്ടിൽ ജോലിക്ക് വരും. അങ്ങനെ കുട്ടികൾ നോക്കാൻ വന്നതാണ് നമ്മുടെ നാട്ടിൽ പെരുന്നവണ്ണ. അങ്ങനെ പെരുന്ന തുണിക്കടയിൽ വന്നതാണ് മുപ്പത്തേര് ജോലിക്ക്. അങ്ങനെ ഞാനവിടെ കണ്ട് അവിടെ ഞാനും ജോലിക്കുണ്ടാകുന്നു തുണിക്കടയിൽ. അങ്ങനെ കുറച്ച് ഹിന്ദിക്കാരനുണ്ട്. ഞാൻ ഒരു 9 കൊല്ലം ദുബായിൽ നിന്നായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം നാട്ടിൽ വന്ന് ജോലി ചെയ്ത് ഞാൻ തുണിക്കടയിൽ ജോലിക്കുമ്പോൾ ഇവിടെ കണ്ടത് നാണൂടെ. അപ്പോൾ ചോദിച്ചു, ആരുമില്ല, ഞാൻ കല്യാണം കഴിഞ്ഞാണ്, എനിക്കിനി കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് നോക്കണം എന്ന് പറഞ്ഞു. അവസ്ഥകളൊക്കെ കണ്ട് ഒന്നും നോക്കിനെ ഞാൻ 2 മാസം പ്രാപിച്ച് കടന്നു. എന്നോട് പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് നോക്കണം, ഒരു കുട്ടിയുണ്ട്, എന്നെ നോക്കാൻ പറ്റുമോ ചോദിച്ചു. അല്ലാതെ 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒഴിവാക്കാനാണെങ്കിൽ കെട്ടണമെന്ന് പറഞ്ഞു. ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ സാഹചര്യം മോശമാണ്, പിന്നെ കൊണ്ടുകൊടുത്തിട്ട് കെട്ടിയപ്പോൾ ഒഴിവാക്കില്ല, അതാണ് വേണ്ട ആണുങ്ങൾ. ഞാനെന്ത് ചെയ്തു, അങ്ങാടിപ്പുറം അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് വീട്ടിലൊന്നും പറഞ്ഞില്ല. വീട്ടിൽ കല്യാണത്തിന്റെ തലേദിവസം രാത്രി ഞാൻ പറഞ്ഞു, അതിന്റെ കല്യാണം നാളെ, പെണ്ണ് ഹിന്ദിക്കാറ്റിയാണ്, ഞാൻ കെട്ടാൻ പോകാന്ന് പറഞ്ഞു. നിങ്ങളമ്മ അങ്ങാടിപ്പുറം അമ്പലത്തിൽ കൊണ്ട് താലി കെട്ടി വീട്ടിൽ കൊടുന്നു. ഇപ്പോഴൊരു കുഴപ്പമില്ല, പൊന്നോടെ നോക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കഷ്ടത്തിലാണ്. ഞാൻ സൗദിയിലാന്ന് പോയി പണിയൊക്കെ പോയി കുറച്ച് കഷ്ടത്തിലായി. ഇപ്പോൾ നാട്ടിലുണ്ട്. നാട്ടിൽ ജോലിയിൽ അതിനിടയ്ക്ക് അപകടം പറ്റി, കാലിന് 2 കമ്പി ഇട്ടു. ഇപ്പോൾ 7 മാസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ റെസ്റ്റിന്റെ ഇടയിലാണ് ഇപ്പോൾ കാഞ്ചിന്റെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞ് പോകുന്നത്. ഇങ്ങോട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 3.5 കൊല്ലമായില്ലേ കാഞ്ചു? കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് അത് കൽക്കട്ടയ്ക്ക് വന്നിട്ടുണ്ട്. വന്നിട്ടിപ്പോ 4ാമത്തെ ദിവസം അല്ലേ, 3ാമത്തെ ദിവസം അല്ല, 1ാമത്തെ ദിവസം വന്നിട്ട് ആയി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. കടനും ബാധ്യതകളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ സന്തോഷം എല്ലാം പങ്കുവയ്ക്കുന്നത്. ഒന്നും കിട്ടിയിട്ടല്ല, കിട്ടി തുടങ്ങി വെച്ചൊരു 3000 രൂപ ഒന്ന് കിട്ടി, അത് കടത്തിൽ പോയി. വലുതാന്ന് പ്രതീക്ഷിക്കണു. അപ്പൊ അങ്ങനെ നമ്മളെ ജീവിതം. ഒരു മോനുണ്ട് കാഞ്ചിന്, ഇപ്പോ 7ലാ പഠിക്കണത്. ഞെട്ടിക്കാകുമ്പോൾ നാട്ടിൽ കൊണ്ടണം എന്നാണ് കേൾക്കുന്നത്. നമ്മളെ സാഹചര്യങ്ങളൊക്കെ വലുതായിട്ട് നാട്ടിൽ കൊണ്ടണം മുപ്പരെ മോനെ. ഇപ്പോൾ നമ്മളെ കട നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇതാണ് കാഞ്ചിന്റെ ജീവിതം. മരിക്കുന്നതിനെ കൂടെ ഉണ്ടാവും, നാണു ഒരു കുറവും വരുത്താതെ നമ്മൾക്ക് കഴിയണ പോലെ. ഇപ്പം എല്ലാവർക്കും ഇതാണ് നമ്മളെ ജീവിതം. എല്ലാവരും ചോദിച്ചേ, മോനെ കണ്ടപ്പോഴേ ആരാതും കല്യാണം കഴിച്ചിട്ടുണ്ടാവും. താഴ്ത്ത വേറെ കല്യാണം കഴിച്ചു പോയി. ഇവിടെ അങ്ങനെയാണ്, ഇവിടെ നാട്ടിലങ്ങനെയാണ്. പെണ്ണുങ്ങളെ കല്യാണം കഴിക്കും, ഒഴിവാക്കും, കഷ്ടത്തിന്. നമ്മളിവിടെ കൽക്കട്ട വന്നാലേ എനിക്ക് അവസ്ഥ അറിയുള്ളൂ. ഞാൻ പറയുമ്പോൾ തമാശ തോന്നും. പെണ്ണുങ്ങളെ ജീവിതം കാണണേ കൽക്കട്ട വരണം. ഒരു നേരത്തെ ആഹാരത്തിന് മക്കളെ പോറ്റാനും വീട്ടുകാരെ പോറ്റാനും കണ്ട് നഷ്ടപ്പെടുന്നു. എങ്ങനെയാണ് ഇപ്പം എല്ലാവരോടും നല്ലൊരു ദിവസം ആദ്യ വർഷം ഉണ്ടാക്കുക, ചീര ഉണ്ടാക്കുക. അങ്ങനെയാണ് നമ്മൾ കേട്ടോ.